നാഗകന്യക 3യുടെ എപ്പിസോഡ് 20ലേക്ക് എല്ലാവർക്കും സ്വാഗതം. അടുത്ത സീനിൽ ബേല വളരെ വിഷമത്തോടെ മഹിയെ ഫോണിൽ വിളിച്ചു നോക്കുകയാണ്. പക്ഷെ മഹി ബേലയുടെ കാൾ അറ്റൻഡ് ചെയ്യുന്നില്ല. മഹി കാൾ എടുക്കാത്തത് കൊണ്ട് ബേല ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ ബേലയുടെ അടുത്ത് വരുന്ന വിശാഖ ബേലയോട് നിനക്ക് എന്താണ് സംഭവിച്ചത്, കുറച്ചു മുമ്പ് അവിടെ എല്ലാവരുടെ മുന്നിൽ വെച്ച് നടന്നത് എന്താണ് എന്നൊക്കെ ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന ബേല കുറച്ചു മുമ്പ് മഹി മുന്നിൽ നിൽക്കുന്നതെന്ന് വിചാരിച്ചാണ് ഞാൻ അങ്ങനെയെല്ലാം പറഞ്ഞതെന്നും മഹി എനിക്ക് ഇഷ്ടമാണെന്നും ബേല വിശാഖയോട് പറയുകയാണ്. മഹിയുടെ കാര്യമല്ല ഇപ്പോഴത്തെ പ്രശ്നം, മരിച്ചെന്ന് നമ്മൾ വിചാരിച്ച യുവി എങ്ങനെയാണ് തിരിച്ചു വന്നത്, അതിന്റെ പിന്നിലെ രഹസ്യം കണ്ടുപിടിക്കണമെന്ന് പറയുകയാണ് വിശാഖ. ആ കാര്യം ഞാൻ ഒന്ന് ആലോചിച്ചു നോക്കട്ടെ, യുവിയുടെ പുറകിലുള്ള രഹസ്യം ഞാൻ കണ്ടുപിടിക്കാമെന്ന് ബേല പറയുന്നത് കേൾക്കുന്ന വിശാഖ തന്നെ യുവിയുടെ കാര്യം കണ്ടുപിടിക്കാമെന്നും നാഗറാണി ഈ കാര്യത്തിൽ ടെൻഷൻ അടിക്കണ്ട എന്നും പറയുകയാണ്. അത് കേൾക്കുന്ന ബേല വളരെ വിഷമത്തോടെ അവിടെ നിന്ന് പോകുന്നു. അടുത്ത സീനിൽ യുവി പുറത്തേക്ക് പോവുകയാണ്. യുവി എവിടേക്കാണ് ഈ രാത്രിയിൽ പോകുന്നതെന്ന് അറിയാൻ വേണ്ടി വിശാഖ യുവിയുടെ പുറകെ പോകാൻ തുടങ്ങുമ്പോൾ അവിടെ ACP വരുന്നു. ACP വിശാഖയോട് റിമോണ ഇവിടെ പുതിയ പേരിലാണ് അറിയപ്പെടുന്നതെന്ന് ഞാൻ അറിഞ്ഞു, ഈ പുതിയ വേഷം കെട്ടലിന്റെ പുറകിലെ രഹസ്യം എന്താണെന്ന് ചോദിക്കുകയാണ് ACP. ഞാനൊരു സീക്രട്ട് മിഷനിലാണ്, ഈ കുടുംബത്തിൽ നിന്നാൽ മാത്രമേ ഇവരുടെ രഹസ്യങ്ങൾ അറിയാൻ കഴിയുകയുള്ളൂ. ഞാനൊരു പോലീസാണെന്ന് നിങ്ങൾ വിളിച്ചു കൂവി ദയവ് ചെയ്ത് ആരോടും പറയരുത്. ആക്ച്വലി നിങ്ങളുടെ ഇവിടെയുള്ള ജോലി കഴിഞ്ഞു, കാരണം യുവി തിരിച്ചു വന്നു. എനിക്ക് അത്യാവശ്യമായി ഒരു സ്ഥലം വരെ പോകണമെന്ന് പറഞ്ഞ് വിശാഖ അവിടെ നിന്ന് പോകുന്നു. ശേഷം വിശാഖ യുവിയുടെ കാറിനെ ഫോളോ ചെയ്ത് പോവുകയാണ്. കുറച്ചു ദൂരം പോകുമ്പോൾ യുവിയുടെ കാറ് വിശാഖയ്ക്ക് മിസ്സാകുന്നു. ഈ കാട്ടിന്റെ അകത്ത് യുവി എന്തിനാണ് വന്നതെന്ന് പറഞ്ഞ് വിശാഖ ആ കാട്ടിന്റെ അകത്തല്ല യുവി അന്വേഷിച്ച് നടക്കുകയാണ്. ഈ സമയം യുവി ഒരു ക്ഷേത്രത്തിൽ വരികയും അവിടെ നിന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുകയാണ്. എന്നിട്ട് മഹാദേവനോട് എല്ലാത്തിന്റെയും തുടക്കം ഇവിടെ വെച്ചായിരുന്നു എന്ന് പറഞ്ഞ് യുവി അവിടെ ഇരിക്കുന്ന കുങ്കുമം വാരി ശരീരത്തിലേക്ക് എറിയുകയാണ്. അപ്പോൾ യുവി വിക്രാന്തായി മാറുന്നു. അപ്പോൾ യഥാർത്ഥ യുവി മരിച്ചത് സത്യമാണ്. ഇപ്പോൾ വന്നിരിക്കുന്ന യുവി വിക്രാന്താണ്. ശേഷം വിക്രാന്ത് പകുതി നാഗമായി മാറിയിട്ട് മഹാദേവനോട് എന്നെ കൊന്നവരോടെല്ലാം എനിക്ക് തന്നെ പ്രതികാരം ചെയ്യണം, ഞാൻ ആരെയും വെറുതെ വിടില്ല എന്ന് പറഞ്ഞ് വിക്രാന്ത് മുഴുവൻ നാഗമായി മാറുന്നു. മറുവശത്ത് ബേലയുടെ അമ്മയായ നാഗറാണി പേടിച്ച് അലറി വിളിക്കുകയാണ്. വലിയൊരു ആപത്ത് വരാൻ പോവുകയാണ്, എനിക്ക് പുറത്തേക്ക് പോകണം ബാബ, സംഭവിക്കാൻ പോകുന്നത് എന്താണെന്ന് ഞാൻ കണ്ടതാണെന്നൊക്കെ പറഞ്ഞ് അലറി വിളിക്കുകയാണ്. നാഗറാണി അവിടെ ചങ്ങലയിൽ ബന്ധിച്ചിരിക്കുകയാണ്. ഈ സമയം ആദിയുടെ അടുത്ത് നാഗമായി വരുന്ന വിക്രാന്ത് യഥാർത്ഥ രൂപത്തിലാവുകയാണ്. ആദി വിക്രാന്തിന്റെ കൂടെയുള്ള ആളാണ്. വിക്രാന്ത് ആദിയോട് യുവിയായി പോയ കാര്യങ്ങളെല്ലാം പറയുകയാണ്. മറുവശത്ത് നാഗറാണിയുടെ അടുത്ത് നാഗഗുരു വരുന്നു. നാഗഗുരുവിനോട് നാഗറാണി നമ്മൾ നാഗങ്ങൾക്ക് വലിയൊരു ആപത്ത് വരാൻ പോവുകയാണ്, ഞാൻ എന്റെ ശക്തിയിൽ എല്ലാം കണ്ടതാണ്, എനിക്ക് പുറത്തേക്ക് പോകണമെന്ന് പറയുകയാണ്. നാഗറാണി പുറത്തില്ല എങ്കിലും കുഴപ്പമില്ല, നാഗറാണിയുടെ മകൾ എല്ലാ കാര്യവും നോക്കിക്കൊള്ളും, നമ്മുടെ നാഗറാണി ധൈര്യശാലിയും ബുദ്ധിമതിയുമാണെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ബേലയുടെ അമ്മ അവരെല്ലാവരും വളരെ ഡേഞ്ചറായ ആളുകളാണ്, എന്റെ മകൾക്ക് അവരെ എതിർത്ത് നിൽക്കാൻ കഴിയില്ല, എനിക്ക് അവരെ എല്ലാവരെയും തോൽപ്പിക്കാൻ കഴിയുമെന്നൊക്കെ വളരെ വിഷമത്തോടെ പറയുകയാണ് ബേലയുടെ അമ്മ. അത് കേൾക്കുന്ന നാഗഗുരു ഞാൻ നിസ്സഹായനാണ്, എനിക്ക് നാഗറാണിയുടെ കാര്യത്തിൽ ഒരു തീരുമാനവും എടുക്കാൻ കഴിയില്ല, ശത്രുക്കൾ വളരെ ഡേഞ്ചർ ആണെങ്കിൽ നാഗറാണി ഇവിടെ ഉള്ളത് തന്നെയാണ് സേഫ്, നാഗറാണിയുടെ ജീവൻ ഒരു ആപത്തവും സംഭവിക്കാൻ പാടില്ല, നാഗറാണി ജീവനോടെയുള്ള കാര്യം ആരും അറിയാൻ പാടില്ല എന്ന് പറയുകയാണ് നാഗഗുരു. മറുവശത്ത് ആദി വിക്രാന്തിനോട് നിങ്ങളുടെ ലക്ഷ്യം നാഗമാണിക്യമാണോ എന്ന് ചോദിക്കുകയാണ്. അതെ, എനിക്ക് നാഗമാണിക്യം കണ്ടുപിടിക്കണം, എന്നിട്ട് എന്റെ അമ്മയുടെ കയ്യിൽ നാഗമാണിക്യം ഏൽപ്പിക്കണം, എന്റെ അമ്മയെ നാഗറാണി ആക്കണം എന്നൊക്കെ പറയുകയാണ് വിക്രാന്ത്. അത് കേൾക്കുന്ന ആദി വിക്രാന്തിന്റെ അമ്മ ആരാണെന്ന് ചോദിക്കുന്നത് കേട്ട് ദേഷ്യം വരുന്ന വിക്രാന്ത് ആദിയെ ഉപദ്രവിക്കുകയാണ്. വിക്രാന്തിന്റെ പെട്ടെന്നുള്ള ഭാവമാറ്റം കണ്ട് പേടിച്ചു നിൽക്കുകയാണ് ആദി. വിക്രാന്ത് ആദിയോട് എന്റെ അമ്മയെ കുറിച്ച് ആരും ഒന്നും പറയുന്നത് എനിക്ക് ഇഷ്ടമല്ല, എനിക്ക് നാഗമാണിക്യത്തെയും ബേലയെയും സ്വന്തമാക്കണമെന്ന് പറയുന്നത് കേൾക്കുന്ന ആദി ബേലയും മഹിയും തമ്മിൽ ഒന്നിക്കാൻ സാധ്യതയുണ്ടെന്ന് പറയുന്നത് കേൾക്കുന്ന വിക്രാന്ത് ആദിയെ പിന്നെയും ഉപദ്രവിക്കുകയാണ്. ആദിയെ ഉപദ്രവിച്ചുകൊണ്ട് വിക്രാന്ത് ബേല എന്റേത് മാത്രമാണ്, ബേലയെ ആർക്കും സ്വന്തമാക്കാൻ കഴിയില്ല എന്നൊക്കെ അലറി വിളിച്ച് പറയുകയാണ്. മറുവശത്ത് ബേലയുടെ അമ്മ കരഞ്ഞുകൊണ്ട് ബാവയോട് ബേലയുടെ അടുത്ത് വരെ അപകടം എത്തിയിട്ടുണ്ടെന്നും ആ കാര്യം ബേലയെ അറിയിക്കണമെന്നും ബേലയ്ക്ക് ഒരിക്കലും അപകടം എന്താണെന്ന് അറിയാൻ കഴിയില്ല എന്നൊക്കെ പറയുകയാണ്. അത് കേൾക്കുന്ന നാഗഗുരു നാഗറാണി പുറത്തു പോകുന്നത് നാഗറാണി
നാഗറാണിയുടെ ജീവന് തന്നെ ആപത്താണ് എന്ന് പറഞ്ഞ് നാഗഗുരു ബേലയുടെ അമ്മയെ ഒരു മാന്ത്രിക വലയത്തിന്റെ അകത്താക്കുകയാണ്. ഈ സമയം വിക്രാന്തിന്റെയും ആദിയുടെയും അടുത്തേക്ക് ഒരു സ്ത്രീ വരികയാണ്. അവരെ കാണുന്ന വിക്രാന്ത് അവരുടെ അടുത്തേക്ക് വളരെ സന്തോഷത്തോടു കൂടി പോവുകയാണ്. എന്നിട്ട് വിക്രാന്ത് ആദി ബേലയെ കുറിച്ച് പറഞ്ഞതെല്ലാം പറയുകയാണ്. ദൂരെ ഇരുട്ടിന്റെ മറവിൽ നിൽക്കുന്നത് കൊണ്ട് അവരാരാണെന്ന് മനസ്സിലാവാതെ നിൽക്കുകയാണ് ആദി. അവിടെ സീൻ കട്ട് ചെയ്ത് അടുത്ത സീനിൽ യുവിയും ആദിയും വീട്ടിലേക്ക് വരുന്നത് കാണുന്ന ബേല യുവിയോട് കൂടെ വരാൻ പറയുകയാണ്. അത് കേൾക്കുന്ന യുവി ബേലയുടെ പുറകെ പോകുന്നു. പക്ഷേ ബേലയുടെ പുറകെ യുവി വിക്രാന്തായാണ് പോകുന്നത്. ബേല മുന്നിൽ നടന്നു പോകുന്നത് കൊണ്ട് ഈ കാര്യം ബേല ശ്രദ്ധിക്കുന്നില്ല. ബേലയെ പ്രണയത്തോടെ നോക്കി നിൽക്കുകയാണ് വിക്രാന്ത്. ബേല നോക്കുമ്പോൾ വിക്രാന്ത് യുവിയായി മാറുന്നു. ബേലയ്ക്ക് യുവി ഒറിജിനൽ ആണോ ഡ്യൂപ്ലിക്കേറ്റ് ആണോ എന്ന് അറിയണം. അതിനുവേണ്ടി ബേല പഴയതുപോലെ യുവിയോട് സംസാരിക്കുകയാണ്. ബേല യുവിയോട് പഴയ കാര്യങ്ങളെല്ലാം യുവിക്ക് ഡൗട്ട് തോന്നാത്ത രീതിയിൽ ചോദിക്കുകയാണ്. വിക്രാന്തിന് ഒന്നും പറയാൻ അറിയാത്തത് കൊണ്ട് ഓരോ ചോദ്യത്തിനും മറുപടി പറയാതെ എങ്ങനെയൊക്കെയോ മാനേജ് ചെയ്ത് നിൽക്കുകയാണ്. ഇതിനിടയിൽ ബേല മഹിയുടെ കാര്യവും പറയുന്നുണ്ട്. മഹി ബേലയ്ക്ക് നല്ലൊരു ഫ്രണ്ട് ആണെന്നും പക്ഷെ മഹി ബേലയ്ക്ക് ഒരു ഗിഫ്റ്റും കൊടുത്തിട്ടില്ല എന്നും യുവി എനിക്ക് തന്ന ആദ്യത്തെ ഗിഫ്റ്റ് എന്താണെന്ന് അറിയാമോ എന്ന് ചോദിക്കുകയാണ്. അത് കേൾക്കുന്ന യുവി പറയുന്ന മറുപടി തെറ്റിപ്പോവുകയാണ്. അപ്പോൾ ബേലയ്ക്ക് മുന്നിൽ നിൽക്കുന്നത് ഡ്യൂപ്ലിക്കേറ്റ് യുവി ആണെന്ന് മനസ്സിലാവുകയാണ്. സുമിത്രയുടെ വിളി കേൾക്കുന്ന യുവി അവിടെ നിന്നും പോകുന്നു. യുവിയുടെ വേഷത്തിൽ വന്ന ഈ ഡ്യൂപ്ലിക്കേറ്റ് ആരായിരിക്കുമെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് ബേല. മറുവശത്ത് ഈ സമയം വിശാഖയെ ഫോളോ ചെയ്ത് വന്ന ACP വിശാഖയുടെ അടുത്തേക്ക് വരികയാണ്. എന്നിട്ട് വിശാഖയോട് അറിയാതെ തന്റെ ഇഷ്ടം തുറന്നു പറയുകയാണ് ACP. അത് കേട്ട് വിശാഖ ഷോക്കിൽ നിൽക്കുകയാണ്. അപ്പോൾ ബേല വിശാഖയുടെ ഫോണിൽ വിളിക്കുകയാണ്. വിശാഖയുടെ കയ്യിലിരിക്കുന്ന ഫോൺ കാണുന്ന ACPക്ക് ബേലയാണ് വിളിക്കുന്നതെന്ന് മനസ്സിലാവുകയാണ്. ACP വിശാഖയുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി സ്പീക്കറിൽ ഇടുകയാണ്. അപ്പോൾ വിശാഖയാണ് കാൾ അറ്റൻഡ് ചെയ്തതെന്ന് വിചാരിച്ച് ബേല ഇപ്പോൾ ഇവിടെ ഉള്ളത് ഡ്യൂപ്ലിക്കേറ്റ് യുവി ആണെന്ന് എനിക്ക് മനസ്സിലായി എന്നൊക്കെ പറയുകയാണ്. അത് കേട്ട് ഷോക്കിൽ നിൽക്കുകയാണ് ACP. അത് കേൾക്കുന്ന വിശാഖ ACPയുടെ കയ്യിൽ നിന്ന് ഫോൺ പിടിച്ചു വാങ്ങി ബേലയുടെ കാള് കട്ട് ചെയ്യുകയാണ്. വിശാഖ എന്തിനാണ് കാള് കട്ട് ചെയ്തതെന്ന് ആലോചിച്ച് നിൽക്കുകയാണ് ബേല. ACP യുവിയുടെ കാര്യം ചോദിക്കുമ്പോൾ വിശാഖയ്ക്ക് ഒന്നും അറിയില്ല എന്ന് പറയുന്നത് കേൾക്കുന്ന ACP വിശാഖയെ വിളിച്ചുകൊണ്ട് അവിടെ നിന്നും പോവുകയാണ്. അടുത്ത സീനിൽ ബേല യുവിക്ക് മെസ്സേജ് അയച്ചിട്ട് ക്യാൻഡിൽ ലൈറ്റ് കത്തിച്ച് റൂം ഡെക്കറേറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പോൾ അവിടേക്ക് ഡോർ തുറന്ന് ഒരാൾ വരികയാണ്. വരുന്നത് യുവിയാണെന്ന് വിചാരിച്ച് ബേല സന്തോഷത്തോടു കൂടി ചിരിച്ചുകൊണ്ട് സംസാരിക്കുകയാണ്. അപ്പോൾ ലൈറ്റ് ഇട്ട് ബേലയുടെ മുന്നിൽ മഹി വരുന്നു. മഹിയെ കണ്ട് ഞെട്ടി നിൽക്കുകയാണ് ബേല. മഹി വളരെ വിഷമത്തോടെ ബേല മഹിയെ സ്നേഹം കാണിച്ച് ചതിച്ചു എന്നൊക്കെ പറയുകയാണ്. അത് കേൾക്കുന്ന ബേല മഹിയുടെ വിഷമം കണ്ട് കരയുകയാണ്. ബേലയെ ഒന്നും പറയാൻ മഹി സമ്മതിക്കുന്നില്ല. മഹി തെറ്റിദ്ധരിച്ചതാണ്. യഥാർത്ഥത്തിൽ സംഭവിച്ചത് എന്താണെന്ന് മഹിയോട് പറയാൻ മഹി ഒരു അവസരം പോലും ബേലയ്ക്ക് കൊടുക്കുന്നില്ല. ബേലയെ കാണുന്നത് പോലും എനിക്ക് ഇഷ്ടമില്ല എന്ന് പറഞ്ഞ് മഹി അവിടെ നിന്നും പോകുന്നത് കാണുന്ന ബേല പൊട്ടി പൊട്ടി കരയുകയാണ്. ശേഷം റൂമിന്റെ പുറത്തിറങ്ങുന്ന മഹി വിക്രാന്തായി മാറുന്നു. ബേലയുടെ അടുത്ത് ഇത്രയും നേരം ഉണ്ടായിരുന്നത് വിക്രാന്തായിരുന്നു. വിക്രാന്തിന് മഹിയെ ബേലയ്ക്ക് ഇഷ്ടമാണെന്ന് മനസ്സിലാവുകയാണ്. ബേലയ്ക്ക് രണ്ടാമതും പ്രണയം തോന്നി. പക്ഷേ എനിക്ക് അന്നും എന്നും ബേലയെ തന്നെയാണ് ഇഷ്ടം. അതിന് ഒരിക്കലും ഒരു മാറ്റവും സംഭവിച്ചിട്ടില്ല. ബേല എന്റേത് മാത്രമാണ്. ബേലയെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല. എന്ത് ചെയ്തിട്ടാണെങ്കിലും ബേലയെ ഞാൻ സ്വന്തമാക്കുമെന്ന് പറഞ്ഞ് ദേഷ്യത്തോടെ നിൽക്കുകയാണ് വിക്രാന്ത്. മറുവശത്ത് വിശാഖയെ പോലീസ് സ്റ്റേഷനിൽ കൊണ്ടുവരുന്ന ACP അവിടെയുള്ള ഒരു റൂമിൽ വിശാഖയെ പൂട്ടിയിട്ടിട്ട് അവിടെ നിന്നും പോകുന്നു. തുടർന്ന് ACPക്ക് അത്യാവശ്യമായി മെട്രോ സ്റ്റേഷൻ വരെ പോകേണ്ടത് കൊണ്ട് ACP ഇൻസ്പെക്ടറുടെ കൂടെ അവിടെ നിന്നും പോകുന്നു. ഈ സമയം ബേല മഹിയെ കുറിച്ച് ഓർമ്മിച്ച് വിഷമിച്ച് കരയുകയാണ്. മഹി ബേലയുടെ മുഖം കാണണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് ബേല വീട് വിട്ടു പോകാൻ വേണ്ടി ബാഗ് പാക്ക് ചെയ്യുകയാണ്. ഈ സമയം യുവി സൈഗലിന്റെയും സുമിത്രയുടെയും അടുത്ത് പോയിട്ട് ബേലയുടെയും മഹിയുടെയും ഡിവോഴ്സ് പേപ്പർ ഉടൻ തന്നെ ശരിയാക്കണം. എല്ലാവരുടെ മുന്നിൽ വെച്ച് ബേല എന്നെയാണ് ഇഷ്ടമെന്ന് സമ്മതിച്ചതല്ലേ, അതുകൊണ്ട് തന്നെ ബേലയുടെയും എന്റെയും വിവാഹം ഉടൻ തന്നെ നടത്തണമെന്ന് പറയുകയാണ്. ആ കാര്യം കേട്ട് സുമിത്ര യുവിയോട് ദേഷ്യത്തോടെ സംസാരിക്കുകയാണ്. ഇതൊന്നും തമാശയല്ല, പെട്ടെന്ന് തീരുമാനമെടുക്കാൻ. നീയാണ് ആദ്യം മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയി തെറ്റ് ചെയ്തത്. ഇവിടെ മഹിയുടെ തീരുമാനത്തിനാണ് പ്രധാനമെന്ന് സുമിത്ര പറയുന്നത് കേൾക്കുന്ന സൈഗൾ മഹിയെ ഫോണിൽ വിളിച്ച് വരുത്താൻ പറയുകയാണ്. അത് കേൾക്കുന്ന സുമിത്ര മഹിയെ ഫോണിൽ വിളിക്കുകയാണ്. ഈ സമയം റൂമിന്റെ പുറത്തിറങ്ങുന്ന ബേല സുമിത്ര മഹിയോട് സംസാരിക്കുന്നത് കേൾക്കുകയാണ്. മഹി സൺസെറ്റ് പോയിന്റിൽ നിൽക്കുകയാണെന്നും മഹി ഇവിടെ നിന്ന് പോയിട്ട് കുറെ മണിക്കൂർ കഴിഞ്ഞു എന്നും രാത്രിയിൽ സൺസെറ്റ് പോയിന്റിൽ നിൽക്കുന്നത് ഡേഞ്ചർ ആണെന്നും സുമിത്ര പറയുന്നത് ബേല ശ്രദ്ധിക്കുകയാണ്. സൺസെറ്റ്
പോയിന്റിൽ പോകാൻ ഇവിടെ നിന്ന് 2 മണിക്കൂർ യാത്ര ചെയ്യണം. പക്ഷെ കുറച്ചു മുമ്പ് എന്നോട് മഹി സംസാരിച്ചതല്ലേ, ഇതെങ്ങനെ സംഭവിക്കും? ഇതിനർത്ഥം കുറച്ചു മുമ്പ് ബേലയുടെ അടുത്ത് വന്നത് മഹിയല്ല എന്ന് ബേലയ്ക്ക് മനസ്സിലാവുകയാണ്. മഹി ഫോണിൽ സംസാരിച്ച് നടക്കുമ്പോൾ കാറ് മുന്നോട്ട് വരികയും മഹിയെ ഇടിച്ചിടുകയും വീഴുന്ന മഹിയുടെ കയ്യിൽ നിന്ന് ഫോൺ തെറിച്ചു പോവുകയും ചെയ്യുന്നു. മഹിയുടെ നിലവിളി ഫോണിൽ കൂടി കേട്ട് പേടിച്ചു നിൽക്കുകയാണ് സൈകളും സുമിത്രയും ബേലയും. മഹി തെറിച്ചു പോയി കൊക്കയിലേക്ക് വീഴുകയാണ്. താഴേക്ക് പോകുന്ന മഹി ഒരു മരക്കൊമ്പിൽ ബോധമില്ലാത്ത അവസ്ഥയിൽ കിടക്കുകയാണ്. ഈ സമയം മഹിയുടെ ഒരു ഡീറ്റെയിൽസും അറിയാത്തത് കൊണ്ട് ടെൻഷൻ അടിക്കുന്ന അവർ മഹിയെ അന്വേഷിച്ച് പോകാമെന്ന് തീരുമാനിക്കുകയാണ്. പോകാൻ തുടങ്ങുന്ന സമയം യുവി സൈകളുടെ സുമിത്രയോടും ഒരു കാറിൽ മഹിയെ അന്വേഷിച്ചു പോകാനും യുവിയും ബേലയും വേറൊരു കാറിൽ വരാമെന്നും അതാകുമ്പോൾ ആർക്കെങ്കിലും ഒരു ടീമിന് ഈ ബ്ലോക്ക് എല്ലാം കഴിഞ്ഞ് പെട്ടെന്ന് അവിടെ എത്താൻ കഴിയുമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന ബേല ആ കാര്യം സമ്മതിക്കാതെ നിൽക്കുകയാണ്. സുമിത്ര യുവിയുടെ ഐഡിയ നല്ലതാണെന്ന് പറഞ്ഞ് സുമിത്രയും സൈക്കിളും അപ്പോൾ തന്നെ അവിടെ നിന്ന് കാറിൽ കയറി പോകുന്നു. ബേല പോകാൻ വേണ്ടി കാറിന്റെ കീ നോക്കുന്ന സമയം യുവി ബേലയോട് നമുക്ക് ടീ കുടിച്ചിട്ട് പോകാമെന്ന് പറഞ്ഞ് ഒരു കൂസലുമില്ലാതെ നിൽക്കുകയാണ്. അത് കേട്ട് ഞെട്ടി നിൽക്കുകയാണ് ബേല. മഹിയുടെ ഇപ്പോഴത്തെ കണ്ടീഷൻ എന്താണെന്ന് അറിഞ്ഞിട്ടും നിങ്ങൾക്ക് ഒരു ടെൻഷനും ഇല്ലേ? നിങ്ങൾക്ക് മഹിയെ രക്ഷപ്പെടുത്തണമെന്ന് തോന്നുന്നില്ലേ എന്നൊക്കെ ദേഷ്യത്തോടെ ചോദിക്കുകയാണ് ബേല. അത് കേൾക്കുന്ന യുവി മഹി മരിക്കുകയാണെങ്കിൽ അത് നമുക്ക് നല്ലതല്ലേ? നിനക്ക് എന്നെ ഇഷ്ടമാണ്, എനിക്ക് നിന്നെ ഇഷ്ടമാണ്, ഇതിനിടയിൽ മഹി ഇല്ലാതിരിക്കുന്നതാണ് നല്ലത് എന്നൊക്കെ സിമ്പിളായി യുവി പറയുന്നത് കേൾക്കുന്ന ബേലയ്ക്ക് ദേഷ്യം വരികയാണ്. ബേല ഇത്രയും നേരം സംസാരിച്ചു കൊണ്ട് നിന്നത് ഒരു ഡ്യൂപ്ലിക്കേറ്റിനോടാണെന്ന് അറിയുന്ന ബേല യുവിയോട് ആരാണെന്ന് നിങ്ങളുടെ യഥാർത്ഥ ഉദ്ദേശം എന്താണെന്ന് ചോദിക്കുകയാണ്. യുവി ഒന്നും പറയാതെ പുഞ്ചിരിച്ചു നിൽക്കുന്നത് കാണുന്ന ബേലയ്ക്ക് ദേഷ്യം വരികയും ബേല നാഗമായി മാറുകയും ചെയ്യുന്നു. അത് കാണുന്ന യുവിയും നാഗമായി മാറുന്നു. ശേഷം പകുതി നാഗമായി മാറുന്ന ബേല ആശ്ചര്യത്തോടെ നിൽക്കുകയാണ്. അപ്പോൾ വിക്രാന്ത് പകുതി നാഗമായി മാറുന്നു. വിക്രാന്തിനെ ജീവനോടെ കാണുന്ന ബേല ഷോക്കിൽ നിൽക്കുകയാണ്. ഈ സമയം മറുവശത്ത് മഹിക്ക് ബോധം വരികയും മഹി മരക്കൊമ്പിൽ പിടിച്ച് മുകളിലേക്ക് കയറാൻ ശ്രമിക്കുകയും ചെയ്യുകയാണ്. തുടർന്ന് വിക്രാന്ത് ബേലയോട് നിനക്ക് വേണ്ടിയാണ് ഞാൻ തിരിച്ചു വന്നത്, നിന്നോടുള്ള എന്റെ പ്രണയമാണ് എനിക്ക് ജീവൻ തിരിച്ചു തന്നത്. ഞാൻ മരിച്ചു എന്ന് വിചാരിച്ച് നീ പോയ സമയം ഞാൻ വെള്ളത്തിൽ നിന്ന് രക്ഷപ്പെട്ടിരുന്നു. മഹാദേവന്റെ കൃപ കൊണ്ട് എന്റെ ശരീരത്തിൽ കുറച്ച് ജീവൻ ഉണ്ടായിരുന്നു. കുറച്ചു ദിവസത്തെ പച്ചില മരുന്നുകളുടെ ചികിത്സയ്ക്ക് ശേഷം ഞാൻ രക്ഷപ്പെട്ടു എന്നൊക്കെ പറയുകയാണ് വിക്രാന്ത്. ബേലയ്ക്ക് വിക്രാന്താണ് മുന്നിൽ നിൽക്കുന്നതെന്ന് വിശ്വസിക്കാൻ കഴിയാതെ നിൽക്കുകയാണ്. ബേല വിക്രാന്തിനോട് ഇത്രയും ദിവസമായിട്ടും എന്റെ അടുത്ത് വരാത്തത് എന്തായിരുന്നു? ഞാൻ വിക്രാന്ത് മരിച്ചു എന്ന് വിചാരിച്ച് വിക്രാന്തിനെ കൊന്നവരോട് പ്രതികാരം ചെയ്യാൻ തീരുമാനിച്ചാണ് ഇവിടേക്ക് വന്നത്. നീ ജീവനോടെ തിരിച്ചു വന്നെങ്കിൽ ഞാൻ കൊന്നവരെല്ലാം നിരപരാധികളായിരുന്നു എന്നൊക്കെ പറഞ്ഞ് വിഷമിച്ച് നിൽക്കുകയാണ് ബേല. അത് കേൾക്കുന്ന വിക്രാന്ത് ഞാൻ അന്ന് മുതൽ നിന്നെ അന്വേഷിക്കുകയായിരുന്നു. നീ ഇവിടെ ഉണ്ടെന്ന് അറിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഇവിടേക്ക് വന്നു. ഞാൻ ജീവനോടെ ഉണ്ടെന്ന് അറിയുമ്പോൾ നീ സന്തോഷിക്കുമെന്നാണ് ഞാൻ വിചാരിച്ചത്. പക്ഷേ നീ മരിച്ചവരെ കുറിച്ച് ആലോചിച്ച് വിഷമിക്കുകയാണ്. അവരോട് നീ പ്രതികാരം ചെയ്തതിൽ ഒരു തെറ്റുമില്ല. അവർ കാരണമാണ് നമ്മൾ പിരിഞ്ഞത്. ഇനി നമ്മൾ ഒരുമിച്ച് പ്രതികാരം ചെയ്യുമെന്ന് പറയുകയാണ്. നീ എന്റെ മുന്നിൽ ജീവനോടെ ഉണ്ട്, ഇനി എന്തിനാണ് പ്രതികാരം ചെയ്യുന്നതെന്ന് ചോദിക്കുകയാണ് ബേല. അത് കേട്ട് ദേഷ്യം വരുന്ന വിക്രാന്ത് അന്ന് അവർ നമ്മളെ കൊല്ലാൻ ശ്രമിച്ചതാണ്. ഞാൻ ആരെയും വെറുതെ വിടില്ല, മഹിയെ പ്രത്യേകിച്ചും വെറുതെ വിടില്ല. നീ അന്നത്തെ രാത്രി നടന്നതെല്ലാം മറന്നുപോയോ? നീ മനുഷ്യരുടെ കൂടെ ജീവിച്ച് അവരുടെ ആളായി മാറിയോ എന്നൊക്കെ പറഞ്ഞ് ബേലയുടെ മനസ്സ് മാറ്റാൻ നോക്കുകയാണ് വിക്രാന്ത്. വിക്രാന്തിന് ബേല വഴി നാഗമണിക്ക് സ്വന്തമാക്കണം. ബേല മഹിയെ ഫോണിൽ വിളിച്ചു നോക്കാൻ ശ്രമിക്കുമ്പോൾ വിക്രാന്ത് ബേലയെ തടയുകയാണ്. എന്നിട്ട് ബേലയുടെ മൈൻഡ് മാറ്റാൻ ശ്രമിക്കുകയാണ് വിക്രാന്ത്. വിക്രാന്ത് ബേലയോട് കണ്ണടച്ച് ഒരു മിനിറ്റ് നിന്ന് നമ്മൾ ഒരുമിച്ചുണ്ടായ സന്തോഷ നിമിഷങ്ങൾ ഓർമ്മിച്ചു നോക്കാൻ പറയുകയാണ്. ബേല കണ്ണടച്ച് നിൽക്കുകയാണ്. അപ്പോൾ ബേലയുടെ മനസ്സിൽ മഹി ബേലയെ കിസ് ചെയ്തത് ഓർമ്മ വരികയാണ്. ബേല മഹി എന്ന് പറയുന്നത് കേട്ട് ഞെട്ടലോടെയും വിഷമത്തോടെയും നിൽക്കുകയാണ് വിക്രാന്ത്. വിക്രാന്തിന്റെ ശ്രദ്ധ മാറ്റാൻ വേണ്ടി അവർ നമ്മളെ അന്വേഷിക്കുന്നുണ്ടാവും, അവരെത്തുന്നതിന് മുമ്പ് നമുക്ക് അവിടെ എത്തണമെന്ന് പറയുകയാണ്. അത് കേൾക്കുന്ന വിക്രാന്ത് ശരിയാണ്, നമുക്ക് ആദ്യം അവിടെ പോയി മഹിയെ കൊല്ലാമെന്ന് പറയുകയാണ്. ശേഷം അവർ നാഗമായി മാറി അവിടെ നിന്നും പോകുന്നു. അടുത്ത സീനിൽ കാട്ടിന്റെ അകത്ത് വരുന്ന ബേല മഹിയെ അന്വേഷിച്ച് ടെൻഷനോടെ അവിടെ നിന്നും ഓടിപ്പോകുന്നത് കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് വിക്രാന്ത്. അവസാനം ബേല മഹിയെ കാണുന്നു. മഹിയെ കണ്ട സന്തോഷത്തിൽ
കരയുകയാണ് ബേല മഹിക്ക് ഒന്നും സംഭവിച്ചില്ലല്ലോ, ഗോഡ്സിന് താങ്ക്സ് എന്ന് പറഞ്ഞ് മഹിയെ കെട്ടിപ്പിടിക്കുകയാണ് ബേല. മഹിക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ബേല ജീവനോടെ ഉണ്ടാവില്ല എന്നൊക്കെ പറഞ്ഞ് കരയുകയാണ് ബേലയ്ക്ക് മഹിയോട് സ്നേഹമുണ്ടെന്ന് അറിഞ്ഞ സന്തോഷത്തിൽ നിൽക്കുകയാണ് മഹി. അതെല്ലാം കണ്ട് ദേഷ്യത്തോടെ നിൽക്കുകയാണ് വിക്രാന്തിന്റെ അടുത്ത നീക്കം എന്തെന്നറിയാനും വിക്രാന്ത് ജീവനോടെ ഉണ്ടെന്ന് വിശാഖ അറിയുമ്പോൾ എന്തായിരിക്കും അവസ്ഥ എന്ന് അറിയാനും അടുത്ത എപ്പിസോഡ് ഇടുന്നത് വരെ വെയിറ്റ് ചെയ്യണേ. താങ്ക് യു.